നമുക്ക് അജയുടെയും ഭൂമിയുടെയും നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭൂമി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അജയോട് പറയുവേണം. തൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് താൻ കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കാണിക്കുന്ന തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഭൂമി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എണ്ണി അജയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയ്ക്ക് ദേഷ്യമായി. അജയ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല നീ ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേ? അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങൾ പോലീസുകാരെന്താ വെറും ഉണ്ടാക്കന്മാരാണെന്ന് നീ കരുതിയോ? എഴുന്നേക്കടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറേ ഞാൻ മിണ്ടി പോയേക്കരുത്. അവള് വലിയ തെളിവുകളും കണ്ടെത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ നിനക്ക് കണ്ടെത്താനാണ്, പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒടുവിൽ ഭൂമിയുടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് അങ്ങ് ഇറക്കിക്കൊണ്ട് വന്നു. മേലാല് ഇതും പറഞ്ഞ് ഇവിടേക്ക് വന്നാണ്ടല്ലോ. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓ പിന്നെ നീ പറയുന്ന കേട്ടിട്ട് ആ പോസ്റ്റ്മാൻ റിപ്പോർട്ട് എഴുതിയവരൊക്കെ ഞാൻ വിളിച്ച് ചോദ്യം ചെയ്യണമല്ലേ? എടി നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ നീ ഇങ്ങനെ ഒന്ന് പറയുമോ? എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഞാൻ പിന്നാലെ പോകണം. എടി നിൻ്റെ അമ്മയ്ക്ക് എതിരായ തെളിവുകളെല്ലാം എന്നിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? അതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറേ ഞാനൊന്ന് പറയുന്നത് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് വിളിച്ചിട്ട് ഒറ്റ തള്ളായിരുന്നു. ഭൂമി വീഴാൻ തുടങ്ങി കൃത്യസമയത്ത് തന്നെ ആൽഫ്രഡ് വക്കീൽ അങ്ങോട്ട് വന്നേ. ആൽഫ്രഡ് പെട്ടെന്ന് തന്നെ ഭൂമിയെ ചേർത്ത് പിടിച്ചു. എന്താ ഭൂമി, എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചു. സാറേ എന്നെ തോൽപ്പിക്കാനാണ് ഇവരുടെയൊക്കെ വിചാരം. അതൊന്നും നടക്കത്തൊന്നുമില്ല. അല്ല എനിക്കിതൊക്കെ കണ്ട് തോന്നുന്നത് എന്താണെന്നറിയാവോ? ഈ അജയ് സാറിൻ്റെ വേണ്ടപ്പെട്ട ആരോ ആണ് എൻ്റെ അച്ഛനെ കൊല ചെയ്തിരിക്കുന്നതെന്ന്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അജയ് സാർ ഇങ്ങനെ കാണിച്ചു കൂട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ തെളിവ് സാധ്യത നിരത്തിയിട്ടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ട് സാറ് കൂട്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞു. കൂടുതൽ പ്രസംഗിക്കാതെ നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ആൽഫ്രഡ് ഭൂമിയെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വാ ഭൂമി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകണം. അജയുടെ സ്വഭാവം അറിയാലോ, ആര് പറഞ്ഞാലും അജയ് അനുസരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് ഈഗോ തട്ടും. അതിന് ശേഷമാണ് അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. വെറുതെ ഭൂമി ഇപ്പോൾ ഒന്നും പറയാൻ പോകേണ്ടിയിരുന്നില്ല. അല്ല സാറേ സാറിനറിയാലോ എൻ്റെ അമ്മയാണ് ജയിലിൽ കിടക്കണേ. എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് സാറിനോട് പറഞ്ഞ സാറിനും മനസ്സിലാവില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞു എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി എത്ര കാലം എന്ന് പറഞ്ഞോണ്ടാ എൻ്റെ അമ്മ ജയിലിൽ കിടക്കണേ. എനിക്ക് എൻ്റെ അമ്മയെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും ഉണ്ടാവാതെ വന്നുകൊണ്ടാണ് ഞാൻ തന്നെ ഇതുമായിട്ട് മുന്നോട്ടിറങ്ങിയത്. എങ്ങനെയെങ്കിലും കൊലയാളിയെ കണ്ടുപിടിക്കണം എന്നൊരു ചിന്തയാണ്. എന്നിട്ടിപ്പോൾ അജയ് സാറിനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സാറിന് പിടിക്കണില്ല. സാരമില്ല പോട്ടെ ഭൂമി, ഭൂമിയുടെ അമ്മയെ രക്ഷിക്കണം, അതല്ലേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഭൂമിയെ സഹായിക്കാം. അല്ല സാറ് എങ്ങനെ സഹായിക്കുന്ന? അതെ എനിക്കറിയാവുന്ന നല്ലൊരു വക്കീലുണ്ട്, എൻ്റെ സീനിയറായിരുന്നു. അതായത് സാറിനെ പോയിന്ന് കണ്ടു നോക്കാം. അങ്ങനെ കണ്ടു നോക്കുമ്പോൾ സാറിന് ചിലപ്പം ഭൂമിയെ സഹായിക്കാൻ പറ്റിയിരിക്കും. അല്ല ഒത്തിരി പൈസയൊക്കെ ആവുമെങ്കിൽ സാരമില്ല ഭൂമി, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയെ കൂട്ടിക്കൊണ്ട് പോകാനൊരു തീരുമാനമായി. ഈ സമയത്ത് അഞ്ജനയും ഭവാനിയും കൂടെ ഒളിവിൽ പോയി കഴിയുകയാണ്. അവരെന്തിനാണ് അങ്ങനെ മാറിപ്പോയെന്നുള്ള കാര്യമൊന്നും കുടുംബത്തിൽ ആർക്കോട്ട് അറിയത്തുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ച് പീഡിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് പോയതിൻ്റെ കാരണം എന്താ? സത്യദാസിന് മാത്രം ചെറിയ സംശയങ്ങൾ തോന്നി. അവരിങ്ങനെ പോകാനായിട്ട് തക്കതായ കാരണമൊന്നും ഇവിടെ ഇല്ല. അഞ്ജനയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അഞ്ജനയുടെ അജയുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെന്തിനാ ഇങ്ങനെ പോയത്? എന്തിനോ ഭയപ്പെടുന്നുണ്ടോ? സൗഭാഗ്യ മുത്തശ്ശി സത്യദാസിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. എടാ മോനെ നിനക്ക് എന്തെങ്കിലും അറിയാവോ? എനിക്കെങ്ങനെ അറിയാനമ്മേ? ഒരു പക്ഷേങ്കിൽ ഈ വീട്ടിൽ അവർക്ക് നിൽക്കാൻ താല്പര്യം കാണത്തില്ല. എന്നാൽ ഇത് എവിടെയൊക്കെയായിരിക്കും പോയിരിക്കുന്നത്? ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യരിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ തീരുന്നുണ്ട് ആവശ്യമുണ്ടോ? രണ്ട് പെണ്ണുങ്ങൾ തന്നെ എവിടെ പോയി താമസിക്കാനായിട്ടാ? സത്യദാസ് പറഞ്ഞു, അതിനാണോ ഇന്നത്തെ കാലത്ത് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഭവാനിക്കുണ്ടല്ലോ. ഭവാനി എവിടെയെങ്കിലും വീടെടുത്ത് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഇത്രയൊക്കെ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയില്ലോ. എത്രയും പെട്ടെന്ന് തന്നെ അവരെ അന്വേഷിച്ച് കണ്ടെത്തണം മോനെ. ഇനി അതിങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ ധൈര്യമായിട്ടിരിക്കുക, അജയ് അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സൗഭാഗ്യം മുത്തശ്ശിയെ സമാധാനിപ്പിക്കുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അജയനെ സത്യദാസ് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ എന്തെങ്കിലും വിവരമുണ്ടോ? വലിച്ച ഞാൻ അന്വേഷിക്കാൻ നോക്കിയുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. എടാ അവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അതൊക്കെ ഞാൻ അന്വേഷിച്ചു. ആദ്യം തന്നെ ആ വഴിക്കൊരു നീക്കമാണ് നടത്തിയത്, പക്ഷെ അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒളിവിൽ താമസിക്കുന്ന ബാബാനിയുടെ മുന്നിലേക്ക് പല പല ചോദ്യങ്ങളുമായിരുന്നു വന്നിരുന്നേ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ
അജയ് അറിഞ്ഞു കാണുമോ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അറിയും. അതുകൊണ്ടാണ് ആർക്കും പിടികൊടുക്കാതെ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഭവാനി പോയി താമസിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ആരും വരാനായിട്ട് പാടില്ല. ഭവാനിയുടെ മനസ്സിൽ ആ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവാനിയുടെ ഭർത്താവ് സാഗർദാസ് അയാൾ ആത്മഹത്യ ചെയ്തായിരുന്നില്ല. അതിൻ്റെ പിന്നിൽ, ആ മരണത്തിൻ്റെ പിന്നിൽ ഈ പറയണേ ഭവാനിക്ക് കൈയുണ്ടായിരുന്നു. പക്ഷേ ഭവാനി അതൊക്കെ മറച്ചു വെച്ചിരിക്കുമായിരുന്നു. ഭവാനി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഈ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ല ഞാൻ ആരാ എന്താന്നൊക്കെ. കാരണം ഈ പറയുന്ന ഭവാനിയൊക്കെ ചേർന്നിട്ടാണ് കുറച്ച് എന്നാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവരുടെ കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. നേരായ രീതിയിലുള്ള ബിസിനസ്സൊക്കെ ആയിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അവിടുത്തെ ബിസിനസ് വേറെ പലതുമായി, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതങ്ങനെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേനും ഭവാനി തൻ്റെ ഭർത്താവായ സാഗർദാസിനെ ഇല്ലാതാക്കുകയോ ചെയ്തത്. എന്നിട്ടോ ആ കുറ്റങ്ങളെല്ലാം കൂടെ സത്യദാസൻ്റെ തലയിലും കെട്ടിവെച്ച് അങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. അതിൻ്റെ പിന്നെ വലിയ ചതിയുടെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭവാനിക്കറിയാം. തൻ്റെ കെട്ടിയവനെ കൊന്നിട്ടാണെങ്കിലും ശരി, തനിക്ക് നേടാനുള്ളത് നേടണമെന്നൊരു ചിന്ത മാത്രമേ ഭവാനിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അന്നാണെങ്കിൽ ശരി, ഇന്നാണെങ്കിൽ ശരി. പക്ഷേ ഭവാനി ഇതുവരെ ആയിട്ടും ആരുടെ മുന്നിൽ പിടികൊടുത്തിട്ടില്ല. ഒരിടത്തും ഭവാനിക്ക് പിടികൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ പഴുതുകളും അടുത്താണ് ഭവാനി മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ മാത്രം ഭവാനി തോറ്റുപോയി. കാരണം ജീവിക്കുന്ന ഒരു തെളിവായിട്ട് നിൽക്കുകയാണ് ഭൂമിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കഥ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പോരാത്തതിന് ഭൂമി തന്നെ കണ്ടു കഴിഞ്ഞെന്നൊരു തോന്നലും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒളിവിൽ പോയി കഴിയണേ. ഒരുപക്ഷെ ഇവിടേക്ക് എങ്ങനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം തീർന്നു. തനിക്ക് പിന്നെ ആ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. തൻ്റെ മോളുടെ ഭാവി തീർന്നു. ഇത്രയും കാലം താൻ സ്വരുക്കൂട്ടി വെച്ച മോഹങ്ങളും സ്വപ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ തീരുമെന്ന് ഭവാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് ഭവാനി വേറെ പോയി താമസിക്കുകയും ചെയ്യുന്നത്, പിടിക്കപ്പെടില്ലെന്ന് കരുതിയിട്ട്. പിന്നീട് ആൽഫ്രഡ് ഭൂമിയെ കൂട്ടിക്കൊണ്ട് നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ വക്കീലിന് നല്ല പരിചയം ഉണ്ടായിരുന്നു ആൽഫ്രഡിന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് ഭൂമിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ആൽഫ്രഡ്. വായിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുകയും ഭൂമി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു, ഭൂമി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഭൂമിയുടെ അമ്മയ്ക്കെതിരെ ഇവിടെ തെളിവുകളൊക്കെ കത്തി വലിച്ചു വരുന്നത് കണ്ടപ്പോൾ മുതലുള്ള സാക്ഷികളും മൊഴികളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഭൂമിയുടെ അച്ഛൻ മദ്യപിച്ചെന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമി പറഞ്ഞു, സാറേ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല, അതൊന്നും ശരിയല്ല, എൻ്റെ അച്ഛൻ മദ്യപിക്കാറൊന്നുമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല ഭൂമി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും ഭൂമി ഒന്ന് വെയിറ്റ് ചെയ്യുക, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും കാരണവശാൽ ഭൂമിയുടെ അമ്മയെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ ഉറപ്പൊന്നും കൊടുത്തില്ല വക്കീല്. പക്ഷെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൽഫ്രഡിനോട് ഭൂമി പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ആരൊക്കെ എന്നോടൊപ്പം നിന്നില്ലെങ്കിലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോരാടും ആൽഫ്രഡ്. എനിക്ക് പോരാടിയാൽ മതിയാവുള്ളൂ. എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതം. ഇനി എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ അച്ഛനും പോയല്ലോ. അത് കേട്ടതും ആൽഫ്രഡിൻ്റെ സങ്കടമായി. ആൽഫ്രഡ് പറഞ്ഞു, വിഷമിക്കേണ്ട ഭൂമിക്ക് എന്താണെങ്കിലും അമ്മയെ പുറത്തിറക്കാനായിട്ടുള്ള എവിടെ നിന്നൊരു തെളിവ് കിട്ടുമെന്ന് പറഞ്ഞു. അതെ, ആ പ്രതീക്ഷയിലും ഞാൻ എൻ്റെ അച്ഛനെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എന്തെങ്കിലും ഒരു തെളിവ് എൻ്റെ മുന്നിലേക്ക് കൊണ്ട് തരാതിരിക്കില്ല. ആ ഒരു പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കണമെന്ന്. ഈ സമയം അജയ് വീട്ടിൽ ചെന്നാലും അജയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. ഭൂമിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞാ പാവം നല്ല വിഷമമായെന്നാ തോന്നുന്നേ. കഷ്ടമായി പോയല്ലോ. അങ്ങനെ ഒടുവിൽ ആൽഫ്രഡിനെ വിളിച്ചു സംസാരിക്കുന്ന സമയത്ത് ആൽഫ്രഡ് ദേഷ്യപ്പെട്ടു. നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? ഭൂമി അങ്ങനെ ഇറക്കി വിടാൻ പാടുണ്ടായിരുന്നോ? എടാ, അവള് ബുദ്ധിയുള്ള പെൺകുട്ടിയാ, നിന്നെ പോലൊന്നും അല്ല. നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. അവൾക്ക് വ്യക്തമായിട്ട് അറിയാം അവളുടെ അമ്മയെ അല്ല അവളുടെ അച്ഛനെ കൊന്നേന്ന്. പിന്നെ നീ ഇങ്ങനെ ഇത്രമാത്രം അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ട് ആൽഫ്രഡ് കുറേ ചീത്ത പറയുന്നുണ്ട്. അജയ്ക്ക് ഭയങ്കര വിഷമമായി. പാവം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളോടൊന്ന് പോയി കണ്ട് സംസാരിക്കണം എന്നൊരു ചിന്ത അജയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.